മക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പാർട്ട് 2ലേക്ക് നമ്മൾ കിടക്കണം. നമ്മൾ പൊതുപരീക്ഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഓരോ പാഠത്തിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പാഠം 6 താരീഖിലെ പാഠം 6 ഖൈബർ ഉപരോധമാണ്. നോക്കൂട്ടോ, അതിലെ പൊതുപരീക്ഷ വന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മൾ ഓരോ ദിവസം ഓരോ പാഠങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഒപ്പം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ദിവസം നിങ്ങൾ കുറച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊതുപരീക്ഷ നിങ്ങൾക്ക് എളുപ്പമാകും ഇൻഷാ അല്ലാഹ്. നോക്കാം, 2018 വന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൂ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ വന്നിട്ടുണ്ട്. ഖൈബർ സമരത്തിൽ സൈന്യത്തെ നയിച്ചത് ആരായിരുന്നു? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു അല്ലേ? ഖൈബർ സമരത്തിൽ സൈന്യത്തെ നയിച്ചത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു അല്ലേ? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. പൂർത്തിയാക്കാം. ഖൈബറിൽ നിന്ന് ധാരാളം ഗനീമത്തുകൾ ലഭിക്കുകയുണ്ടായി അല്ലേ? ധാരാളം ഗനീമത്തുകൾ മുസ്ലിങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി അല്ലേ? 2021 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൂ. ഖൈബർ എന്ന പ്രദേശത്ത് താമസക്കാരായിരുന്നു ആര്? ഖുറൈശികളാണോ യഹൂദികളാണോ? ഖുറൈശികൾ മക്കയിൽ അല്ലേ? ഖൈബർ എന്ന പ്രദേശത്ത് ആരായിരുന്നു? യഹൂദികളായിരുന്നു അല്ലേ? യഹൂദികൾ. 2022 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൂ. ഖൈബറിൽ എത്ര പേര് ഷഹീദായി? ഷഹീദായി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഷഹീദായി എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളാണെന്നുള്ളത് അല്ലേ? കൊല്ലപ്പെട്ടു എന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാത്ത ശത്രുക്കളാണ്. ഇവിടെ ഷഹീദായി എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങളുടെ കണക്കാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? എത്ര പേര് ഷഹീദായത്? 15 പേര് ഖൈബറിൽ ഷഹീദായി അല്ലേ? 15 പേർ. 2023 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൂ. ഖൈബറിൽ മുസ്ലിം സേനയുടെ നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു അല്ലേ? അലി റളിയല്ലാഹു അൻഹു. 2024 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൂ. ഖൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നവർ ഇൽമു പഠിക്കാൻ നാവ് സീന 70 പേര് യഹൂദികൾ. ആരായിരുന്നു? യഹൂദികളായിരുന്നു അല്ലേ? ഓക്കെ, പിന്നെ മക്കളെ, ഇപ്പോൾ സൂപ്പറായിട്ട് പഠിക്കാം. നാളെ നമുക്ക് അടുത്ത പാഠവുമായി മറ്റൊരു പാഠവുമായി നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂട്ടുകാരന്മാർ, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കൊക്കെ നമ്മുടെ ലിങ്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.